ഗുഡ് ആഫ്റ്റർനൂൺ കൂട്ടുകാരെ. എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? എനിക്കാണ് ഭയങ്കര ചുവയാണ്, തൊണ്ടവേദനയൊക്കെയാണ്, സൗണ്ടൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ കുറേ ദിവസം മുമ്പ് ഓർഡർ ചെയ്തതാണ്, മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പം ചെടിയെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ചെടിയാണ് പെട്രിയ എന്ന് പറയുന്ന ചെടി. സാൻഡ് പേപ്പർ വൈൻ എന്നും പറയും കേട്ടോ. അത് വന്നിട്ടുണ്ട്, എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല, നോക്കട്ടെ. ഇലയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ പച്ചപ്പുണ്ട് കേട്ടോ. വള്ളിച്ചെടിയാണ്, നല്ല വയലറ്റ് കളറിലെ പൂക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇത്രയും ഇല പോയിട്ടുണ്ട്, പക്ഷേ പച്ചപ്പുണ്ട് കേട്ടോ. അവർ നല്ല ചള്ളയ്ക്കകത്ത് ഇങ്ങനെ ഇത് വേര് ചെയ്യാതെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയായി തീരുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഇന്നാൾ ഞാൻ മീഷോയിൽ നിന്ന് ഇതുപോലെ ഒരു ശതാവരി ചെടി വാങ്ങിച്ചായിരുന്നു. ശതാവരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇല കാണാൻ നല്ല രസമല്ലേ, നല്ല പച്ചപ്പല്ലേ. അപ്പം ഇവിടെ ഈ നാട്ടിൽ എന്നെ കെട്ടിച്ച സ്ഥലത്ത് നിറയെ വയലൊക്കെ ഉള്ളിടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒന്നും കാണാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു, പക്ഷേ വന്നപ്പോൾ ഇലയെല്ലാം പൊഴിഞ്ഞായിരുന്നത്. പിന്നെ ഇപ്പം നന്നായിട്ടത് കിളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ എനിക്ക് തോന്നി മീഷോയിൽ നിന്ന് ചെടിയൊന്നും വാങ്ങിച്ചാൽ കുഴപ്പമില്ലാന്ന്. പിന്നെ വേറെയും കുറേ ചെടി വാങ്ങിച്ചു, അതൊന്നും കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചെടിയെ സ്നേഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ. തുണികൾ മാത്രമല്ല, ചെടികളും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അത് തന്നെയാണെന്ന് ആണ്. എന്തായാലും ഞാൻ സന്തോഷത്തിലാണ് കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ചെടിയാണ്, ഇതിനെയും കുഴിച്ച് വെക്കണം, അതാണ് മെയിൻ പരിപാടി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. ഇത് ശതാവരി എന്നൊക്കെ പറയുകയല്ലേ, അസ്പരാഗസ്, അതാണ്. കിഴക്കൻ നാടുകളിൽ ഈ റബ്ബർ തോട്ടത്തിൽ ഒക്കെ ഇഷ്ടം പോലെ കാണുന്ന വെറും കാടാണ്. കാട് മാത്രമല്ല, എന്തോ മെഡിസിനൽ പ്ലാന്റ് ഒക്കെയാണിത്. ഇതിൻ്റെ കിഴങ്ങൊക്കെ നല്ലതൊക്കെയാണ്. പക്ഷേ ഇതെനിക്ക് എൻ്റെ നാട്, എൻ്റെ കുട്ടിക്കാലം, എൻ്റെ കൗമാരപ്രായം, അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ ഇത്. ഈ ചെടി ഞങ്ങൾ താമസിച്ച സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. ചെടിയല്ല, ഇത് റബ്ബർ തോട്ടത്തിലൊക്കെ ഉള്ളതാണ്. അപ്പം എനിക്ക് കുറേ നാളായിട്ട് ആഗ്രഹം ഇത് വാങ്ങിക്കണമെന്ന്. നല്ലൊരു പച്ചപ്പൊക്കെ അല്ലേ. അപ്പം ഞാൻ മീഷോയിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത്, പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതിൻ്റെ ലീഫെല്ലാം കൊഴിഞ്ഞു പോയായിരുന്നു. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടായിരുന്നു. പക്ഷേ അവർ നല്ല ചള്ളയ്ക്കകത്ത് ഇതിങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് എത്ര ദിവസം കഴിഞ്ഞാലും കേടാകത്തില്ലായിരുന്നു. ഇത്രയും ആയി കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ധൈര്യമായിട്ട് മീഷോയിൽ നിന്നൊക്കെ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഓർഡർ ചെയ്തോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല പ്ലാന്റൊക്കെ തന്നെയാണ് വരുന്നത്. കളിപ്പീര് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി.